നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചെവിയിൽ വിരലിട്ടതോ ചെവി ചൊറിഞ്ഞതോ രണ്ടു പേരിലും കൂടിയാണേ. എന്തൊക്കെ വിവാദങ്ങളാണല്ലേ. നെയ്മർ അതിന് എക്സ്പ്ലനേഷനുമായിട്ട് രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇത് ഒരർത്ഥത്തിൽ തമാശയാണ്, മറ്റൊരർത്ഥത്തിൽ തമാശയുമല്ല. കാരണം എന്താണെന്നറിയോ, ഈ മത്സരത്തിൽ ഫ്ലുമിനൻസിനോട് സാൻറ്റോസ് തോറ്റു. അതിന് മുമ്പത്തെ കളിയിൽ സാൻറ്റോസ് തോറ്റപ്പോൾ തോൽക്കുകയല്ല, സമനിലയായതാണ്. കോപ്പ സുഡാമേരിക്കാന മത്സരം പരാഗ്വൻ ടീമിനെതിരെ. അന്ന് നെയ്മർ ജൂനിയർ ആരാധകർ ഓരോന്ന് പറഞ്ഞതിന് പ്രതികരിക്കാൻ പോയി ആകെ വലിയ വിവാദം വിഷയമായി. അപ്പോൾ ഈ കളി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ടീം തോറ്റതുകൊണ്ട് ആരാധകർ ഓരോന്ന് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കയറി പോകുമ്പോൾ നെയ്മർ അത് കേൾക്കണ്ട, ഇനിയിപ്പോൾ അതിന് പ്രതികരിക്കണ്ട എന്ന തരത്തിൽ ചെവി രണ്ടും ഇങ്ങനെ വിരൽ വെച്ച് അടച്ചു എന്നതാണ് ഒരു വാദം. സംഭവം അത് തന്നെ അല്ലേ എന്ന് വീഡിയോ കണ്ടാൽ നമുക്ക് തോന്നും. ഇത് വലിയ വിവാദമായി, പ്രശ്നമായി. കാരണം ആരാധകർ പറയുന്ന പോലും മെയിൻറ്റെയിൻ ചെയ്യാതെ കടന്നു പോകുന്ന നെയ്മർ ആരാധകരെ പ്രൊവോക്ക് ചെയ്യുകയാണ് ചെയ്തത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു. അപ്പോൾ നെയ്മർ ഇതിന് സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചു. എൻ്റെ ചെവിയിൽ വിരലിട്ടത് പോലും, അതായത് ചെവി ചൊറിഞ്ഞത്, അദ്ദേഹം അതാ പറയുന്നത്, ഞാൻ എൻ്റെ ചെവി ചൊറിഞ്ഞതാണ്, അതുപോലും നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ടി വരുന്നൊരവസ്ഥ. ഗൈസ്, ഹോണസ്റ്റ്ലി ഇത് വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണ്. നിങ്ങൾ പരിധി വിടുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. ഇത് ഒരു മനുഷ്യനും ഇതൊന്നും താങ്ങാൻ പറ്റില്ല എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നെയ്മർ ഇത് മാത്രമല്ല, TNT സ്പോർട്സ് ഈ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ വാർത്തയുടെ താഴെ പോയിട്ടും നെയ്മർ പ്രതികരിച്ചു. അതായത് TNT സ്പോർട്സ് അത് പിൻവലിച്ചു എന്ന തരത്തിൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടപ്പോൾ TNT സ്പോർട്സിൻ്റെ മറുപടി വന്നത്, ഞങ്ങൾ ഈ ഇട്ട വാർത്തയൊന്നും എവിടെയും പിൻവലിച്ചിട്ടില്ല, പിന്നെ ഇത് വെച്ചാണ് ആളുകളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായവും പറയാം. അതാണ് TNT സ്പോർട്സ് ബ്രസീൽ അതിനോട് പ്രതികരിച്ചത്. ഏതായാലും ലൂക്കാസ് പക്വേറ്റ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് നെയ്മർ ജൂനിയർ ആരാധകരിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ വിരലിട്ടു എന്നാണ്. പിന്നീട് അദ്ദേഹവും അത് തിരുത്തുന്ന കാഴ്ച കണ്ടു. ഞാൻ മറ്റൊരു വീഡിയോ കണ്ടു, അതിൽ നെയ്മർ ചൊറിഞ്ഞ തന്നെയാണെന്ന് പക്വേറ്റയും സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്യുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നെയ്മർ മറ്റൊരു അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എനിക്കെൻ്റെ ചെവി ഒന്ന് ചൊറിയാൻ പോലും പറ്റില്ലടേ. നിങ്ങൾ പറയുന്നത് ഞാൻ ചെവി അടച്ചു വെച്ചു എന്നാണോ? ഡാമൻ, നിങ്ങൾ ആരാണ് ഇതൊക്കെ വിലയിരുത്താനെന്ന് നെയ്മർ ചോദിക്കുന്നു. എന്തായാലും പക്കേറ്റ പറഞ്ഞത്, കളി കഴിഞ്ഞ് കയറിപ്പോകുന്ന സാൻറ്റോസ് താരങ്ങളിൽ ഏറ്റവും അധികം എതിർപ്പുകളും കൂവലുകളും ഒക്കെ നേരിടേണ്ടി വന്നത് നെയ്മർ ജൂനിയർക്കാണ് എന്ന് തന്നെയാണ്. എന്തായാലും നെയ്മറുടെ ചെവി ചൊറിയലും ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. അത്ര മികച്ച പ്രകടനമല്ല ഈ കളിയിൽ നെയ്മർ നടത്തിയത് എന്നുള്ളതൊരു വസ്തുതയുമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.